തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ സേനയ്ക്കുള്ളിൽ അമർഷം പുകയുന്നു. പോലീസ് ഉദ്യോഗസ്ഥന് നേരെയുള്ള ആക്രമണം ജനാധിപത്യ കേരളത്തിന് അപമാനമെന്ന് കേരള പോലീസ് അസോസിയേഷന്റെ രൂക്ഷ വിമർശനം. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ പോലീസുകാർക്ക് പോലും രക്ഷയില്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ശംഖുമുഖത്ത് പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ സ്വീകരിച്ച പോലീസ് നടപടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ശംഖുമുഖം സംഭവത്തിന് പിന്നാലെ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ മിഥുൻ റോയ് മെഡിക്കൽ അവധിയിലായിരുന്നു. ഇതിനു പ്രതികാരമായാണ് തിരുവനന്തപുരത്തെ മാളിൽ സഹോദരിയുമായി എത്തിയ മിഥുനെ SFI പ്രവർത്തകർ പിന്തുടർന്ന് ആക്രമിച്ചത്. മിഥുനും സഹോദരിക്കുമെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, മർദ്ദനം, ആയുധമുപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയും വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച് സേനയ്ക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട്. നിയമപാലനം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന് സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഡിപ്പാർട്ട്മെന്റും സർക്കാരും സ്വീകരിക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. CPM ഗുണ്ടകൾക്ക് പ്രിവിലേജ് നൽകുന്ന സർക്കാരെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. മർദ്ദനമേറ്റ പോലീസുകാരന്റെ പേരിൽ വളരെ ഫ്ലിംസി ആയിട്ടുള്ള വകുപ്പുകൾ, അത് മർദ്ദിച്ചവർക്ക് ജാമ്യം കിട്ടി. ഇതാണ് ഇവിടെ നടക്കുന്ന പോലീസ് സംവിധാനം. ഒരു SIയെ കുത്തി. അപ്പോൾ പോലീസുകാർക്ക് ഈ ഗവൺമെന്റ് കാലത്ത് രക്ഷയില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ജനങ്ങൾ കാണേണ്ടത്. പ്രതികളാകുന്ന സ്വന്തക്കാരെയും CPM ക്രിമിനൽ സംഘങ്ങളെയും ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.